സർ, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തി മേഖലയിൽ വലിയ സംഘർഷമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഡ്യൂറൻ ലൈനിൽ അപ്പുറവും ഇപ്പുറവും ഒക്കെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു ചർച്ചയിലൂടെ ഇത് പരിഹരിക്കപ്പെടുമെന്ന് കരുതി, പക്ഷെ ചർച്ച അലസിപ്പിരിഞ്ഞു. എന്തായിരിക്കും സംഭവിക്കുക? അതായത് അഫ്ഗാനിസ്ഥാൻ വഴങ്ങുന്നില്ല എന്നാണ് ഈ ഇസ്താംബുളിൽ 2ാം വട്ടം നടന്ന ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. പാകിസ്ഥാനും വിശദീകരിച്ചിരിക്കുന്നത്, താലിബാൻ ഇത് വിശദീകരിച്ചില്ലെങ്കിലും ഈ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല താലിബാൻ എന്നുള്ള മട്ടിലാണ് പാകിസ്ഥാന്റെ മറ്റേ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒട്ടും തന്നെ താലിബാൻ വിട്ടുവീഴ്ചയ്ക്കില്ല, സഹകരിക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. താലിബാൻ യുക്തിയില്ലാത്ത നിലപാടെടുക്കുന്നു എന്നാണ് പാകിസ്ഥാൻ ഈ 2ാം വട്ട ചർച്ചയും അലസിക്കഴിഞ്ഞപ്പോൾ പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി പ്രശ്നങ്ങളിലൊന്നും താലിബാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. കൗണ്ടർ ടെററിസം, അതായത് ഭീകരവാദികൾക്കെതിരായ നിലപാടുകൾ ഇല്ലേ, അതല്ലേ കൗണ്ടർ ടെററിസം, അതിലൊന്നും സഹകരണത്തിന് താലിബാൻ തയ്യാറല്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ശനിയാഴ്ചയാണ് തുർക്കിയുടെ തലസ്ഥാനമായിട്ടുള്ള ഇസ്താംബുളിൽ 2ാം വട്ടം ചർച്ച നടന്നത്. ദോഹയിൽ ഒരാഴ്ച മുമ്പ് ഈ സമാധാന ചർച്ച നടന്നിരുന്നു. അതിനുവേണ്ടി തൽക്കാലം വെടിനിർത്തൽ ഡ്യൂറൻ ലൈനിൽ അല്ലേ നടക്കുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 16 വെടിനിർത്തൽ നടന്നിരുന്നു. ഇപ്പോൾ പാകിസ്ഥാന്റെ ജിയോ ന്യൂസ് TV അവർ പറയുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് ഈ ഭീകരതയ്ക്ക് തെളിവ് കൊടുത്തു, പക്ഷെ യുക്തിയില്ലാത്ത വണ്ണമാണ് അഫ്ഗാനിസ്ഥാൻ പ്രതികരിച്ചത്, അതുകൊണ്ട് അവർ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തെഹ്രീക്ക് താലിബാൻ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ അവിടെ താവളങ്ങളുണ്ട്, അവിടെ നിന്നാണ് ആക്രമിക്കുന്നത് എന്നൊക്കെ ആയിരിക്കുമല്ലോ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടാവുക. അതെ, അത് മുമ്പ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സ്ഥലത്തൊന്നും താവളമില്ല. ഇതിന്റെ കൂടെ പാകിസ്ഥാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സഹകരണത്തോടു കൂടി അല്ലേ, TTP തെഹ്രീക്ക് താലിബാൻ അഫ്ഗാനിസ്ഥാൻ താവളങ്ങളിൽ നിന്ന് ആക്രമിക്കുന്നു എന്നാണ്. ഖവാരിജുകൾ എന്നാണ് അവരെ പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിമതർ, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അതാണ് ഖവാരിജുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ TTPയെ ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ താവളങ്ങളിൽ സഹായിക്കുന്നു, അങ്ങനെ ആക്രമിക്കുന്നു എന്നാണല്ലോ ആരോപണം. ഇതൊന്നും അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. പാകിസ്ഥാൻ പറഞ്ഞിട്ട് കള്ളത്തരവും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പം അതുകൊണ്ട് ഈ അലസിപ്പിരിയാണ് ചെയ്തിരിക്കുന്നത് സമാധാന ചർച്ചകൾ. റേഡിയോ പാകിസ്ഥാൻ പറയുന്നത് 2ാം വട്ട ചർച്ച ഈ സംയുക്ത മോണിറ്ററിംഗ് 2 രാജ്യങ്ങളും തമ്മിൽ ഭീകരതയുടെ കാര്യത്തിൽ ആകാം എന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്തിരുന്നു എന്നാണ്. തുർക്കി പാകിസ്ഥാന്റെ ഉത്കണ്ഠ താലിബാനുമായിട്ട് പങ്കുവെച്ചു എന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തുർക്കി പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്ന നിലപാടല്ലേ സ്വീകരിക്കുള്ളൂ പൊതുവെ, രണ്ടും സുന്നി രാജ്യങ്ങളാണെങ്കിലും. അപ്പോ ഭീകരർക്ക് താവളം നൽകിയാൽ തിരിച്ചടിക്കും എന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ അറിയിച്ചു. അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒക്ടോബർ 19 ആദ്യവട്ടം ചർച്ച നടന്നു. പാകിസ്ഥാൻ ഞങ്ങളുടെ കൗണ്ടർ ടെററിസം പദ്ധതി ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഭീകരതയെ ചെറുക്കാനുള്ള പദ്ധതി മുന്നോട്ട് വെച്ചു. കൗണ്ടർ ടെററിസം പ്ലാൻ കൊടുത്തു. ഞായറാഴ്ച പുലർച്ചെ 2 മണിക്കാണ് അഫ്ഗാനിസ്ഥാൻ ഇതിന് മറുപടി കൊടുത്തത്. ഇന്ന് പുലർച്ചെ എന്നൊക്കെ പറയാം. അപ്പൊ ഖ്വാജ ആസിഫ് പ്രതിരോധ മന്ത്രി പാകിസ്ഥാന്റെ ചർച്ച പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇനി യുദ്ധമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപ് ഇപ്പോൾ ഏഷ്യ സന്ദർശനം ഉണ്ടല്ലോ, മലേഷ്യയിലൊക്കെ വന്നല്ലോ. ട്രംപ് ഈ മലേഷ്യയിലെ ഈ ആസിയാൻ ഉച്ചകോടിക്കിടെ പറഞ്ഞു തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള കരാറില്ലേ, സമാധാന കരാർ, അതവിടെ ഒപ്പുവെച്ചു. അപ്പോൾ അങ്ങേര് പറഞ്ഞു ഇവിടെ ഒരു തർക്കം കൂടി നടക്കുന്നുണ്ടല്ലോ, ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ, അതും ഞാൻ അവസാനിപ്പിക്കാം എന്ന് ട്രംപ് അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. മലേഷ്യയിൽ
വെച്ച് ഈ ഉച്ചകോടിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇറാൻ ഇങ്ങനെ പല പ്രദേശത്ത് അല്ലേ സംഘർഷങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അഫ്ഗാനിസ്ഥാൻ എനിക്ക് തോന്നുന്നത് മറ്റേ മുത്തക്കി വിദേശകാര്യമന്ത്രി ഇവിടെ നിന്ന് വന്നപ്പോൾ ഇന്ത്യയെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ പറഞ്ഞ് ഏൽപ്പിച്ച് കാണുമല്ലോ. അപ്പൊ അതിനെ തുടർന്ന് ഇപ്പോ നമ്മള് മറ്റേ സിന്ധു നദി കരാറ്, സിന്ധു നദി ജലക്കരാർ, നമ്മൾ വെള്ളം കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതുപോലെ അണക്കെട്ട് പണിതിട്ട് മറ്റേ അഫ്ഗാനിസ്ഥാനും കുനാർ നദിയിൽ നിന്നുള്ള വെള്ളം പാകിസ്ഥാന് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റേ ഇടനാഴിയിൽ അഫ്ഗാനിസ്ഥാൻ ഇല്ലല്ലോ ഇനി. പാകിസ്ഥാൻ ചൈന സാമ്പത്തിക ഇടനാഴിയിൽ അഫ്ഗാനിസ്ഥാൻ ഇല്ല. അപ്പോൾ താലിബാന്റെ ഉന്നത നേതാവ് മൗലവി ഹിബത്തുള്ള അബുഖ്സാദ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഡാം പണിയാൻ പോവാണ്, അങ്ങോട്ട് വെള്ളം കൊടുക്കില്ല. അപ്പോൾ വെള്ളത്തിന്റെ മുകളിലുള്ള ഒരു അവകാശം ഉന്നയിച്ചിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ. അങ്ങനത്തെ അവകാശങ്ങളും കൂടി ഉന്നയിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഇനി പാകിസ്ഥാനോട് വിട്ടുവീഴ്ച അഫ്ഗാനിസ്ഥാൻ ചെയ്യാൻ സാധ്യതയില്ല. കാരണം അഫ്ഗാനിസ്ഥാന് പാകിസ്ഥാനേക്കാൾ നല്ല അയൽക്കാരെ കിട്ടിയിട്ടുണ്ട്, അയൽക്കാരിൽ നിന്ന് വേണ്ടതിലധികം സഹായം കിട്ടുന്നുള്ള ഉറപ്പുമുണ്ട്, ബലവും ഒരു ഉറപ്പ് വന്നു നമ്മുടെ കൂടെ ആളുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മുടെ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് 3 പടിഞ്ഞാറൻ നദികൾ സംബന്ധിച്ചതാണ്. അഫ്ഗാനിസ്ഥാൻ ഊർജ വകുപ്പ് ഇനി വേഗം ഡാം പണിയാനായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അവിടുത്തെ തന്നെ കമ്പനികളുമായിട്ട്, രാജ്യാന്തര കരാറിനൊന്നും പോകണ്ട, രാജ്യാന്തര കമ്പനികളും വേണ്ട, ഇവിടുത്തെ തന്നെ കമ്പനികൾക്ക് കരാർ കൊടുക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഉപമന്ത്രി മഹാജിർ ഫറാഹി എക്സിലെ പോസ്റ്റിലും പറഞ്ഞിരുന്നു. അപ്പൊ ലബനനിലെ അഫ്ഗാൻ പത്രപ്രവർത്തകൻ സമി യൂസഫ് സായ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ കഴിഞ്ഞിട്ട് ഇനി അഫ്ഗാനിസ്ഥാന്റെ ഊഴമാണ് ഈ നദീജല കരാറൊന്നുമില്ല. അതിന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഇന്ത്യയുമായിട്ടാണ് ഇന്റർനാഷണൽ ട്രീറ്റി ഉണ്ടായിരുന്നത്. മറ്റവര് കരാറില്ല, ഡാം പണിത് തടയുന്നു, കുനാറിലെ വെള്ളം കൊടുക്കില്ല എന്ന് പറയാണ്. അപ്പൊ അവിടുത്തെ ഊർജ മന്ത്രാലയം നാട്ടിലെ കമ്പനികളുമായി തന്നെ ഇനി ഒപ്പിട്ടിട്ട് വിദേശ കമ്പനികളെ ഒന്നും കാക്കാതെ അവിടെ ഡാം പണിയാൻ പോവാണ്. 480 കിലോമീറ്റർ നീളമാണ് ഈ കുനാർ അല്ലേ നദി, പാകിസ്ഥാനിലൂടെ ഒഴുകുമ്പോ ഹിന്ദുക്കുഷ് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. വടക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഉത്ഭവിച്ചിട്ട് പാകിസ്ഥാൻ അതിർത്തി ബ്രാഗിലി ചുരം വഴി തെക്കോട്ടൊഴുകി കുനാറ് നങ്കർഹാർ പ്രവിശ്യയിലെത്തും. തുടർന്ന് ഖൈബർ പക്തൂൺഖ്വയിലെത്തും. അത് അവിടെ കാബൂൾ നദിയിൽ ജലാലാബാദിനടുത്ത് ഇത്, പിന്നെ ഇത് ചിത്രാൽ നദി എന്നറിയപ്പെടും. പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ ചിത്രാൽ നദി എന്നറിയപ്പെടും. അപ്പൊ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലെ വലിയ നദിയാണ് കാബൂൾ നദി. അപ്പൊ അത് അറ്റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്ത് സിന്ധുവിലേക്ക്, സിന്ധു നദിയിൽ. പക്ഷെ നമ്മളിപ്പം ഈ സിന്ധു നദീജല കരാർ നിയന്ത്രിച്ചോടുകൂടി അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ടാവില്ല. അപ്പൊ ഈ വെള്ളവും ആവശ്യത്തിന് കിട്ടില്ല. അപ്പൊ പാകിസ്ഥാന് ജലസേചനത്തിന് അനിവാര്യമാണ് ഇതൊക്കെ. ഖൈബർ ഡാം പണിത് സിന്ധുവിലേക്ക് വെള്ളം കുറയും. അപ്പോൾ പഞ്ചാബ് വറുതിയിലാവും. ഈ അഫ്ഗാനിസ്ഥാനും കൂടി പണി കൊടുത്തു കഴിഞ്ഞാൽ പാക് പഞ്ചാബ് വറുതിയിലാവും. അപ്പോൾ ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാന് ഇനി ഊർജ പദ്ധതികൾക്ക് ധാരാളം വെള്ളം ആവശ്യമുണ്ട്, ഡാം പണിയണം ജലസേചനത്തിന്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ജലം പങ്കിടൽ കരാറില്ല പാകിസ്ഥാനുമായിട്ട്. അപ്പോൾ ഡാം പണിത് കുനാർ നദിയിലെ വെള്ളം തടയുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇനി വെള്ളത്തിലാവും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് അപ്പോൾ കുറേം കൂടി ശക്തി ഇല്ലേ. ദിയോബന്ദിൽ പോയില്ലേ, ദിയോബന്ദിൽ ഉത്തർപ്രദേശിൽ പോയി മുത്തക്കി ഇവിടെ വന്നപ്പോൾ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ നമ്മുടെ വേരുകളൊക്കെ
തെരഞ്ഞു ഇന്ത്യയിൽ പിടിച്ച് തന്നെയാണ് അല്ലേ? ഇന്ന് താലിബാൻ കണ്ടുപിടിച്ച് ആ, ഇപ്പോൾ കുറച്ചുകൂടി ശക്തിയിൽ നിൽക്കുകയാണ്. അതാണ് വലിയ തോതിൽ ആക്രമിച്ചത് പാകിസ്ഥാനെ. എന്നിട്ട് ടാങ്കുകളൊക്കെ പിടിച്ചെടുത്തില്ലേ, പാകിസ്ഥാന്റെ ടാങ്കുകൾ അഫ്ഗാൻ സേന പിടിച്ചെടുക്കുക. അഫ്ഗാൻ സേന പിടിച്ചെടുത്തിട്ട് അഫ്ഗാനിൽ കൂടി ഓടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് സമാധാന കരാറിൽ ഒപ്പിടാൻ അഫ്ഗാനിസ്ഥാന് കിട്ടില്ല, യുദ്ധം തന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.